ചൈനയിലെ 9 സൈനിക ജനറൽമാരെ പുറത്താക്കി സാമ്പത്തിക തട്ടിപ്പ് ആരോപിച്ചാണ് നടപടി. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടുത്തിടെ സ്വീകരിക്കുന്ന ഏറ്റവും നാടകീയ നീക്കങ്ങളിൽ ഒന്നാണിത്. പാർട്ടി തലപ്പത്തെ പുതിയ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടി ചേരാനിരുന്ന യോഗത്തിന്റെ തലേന്നാണ് ഈ തീരുമാനം. അജയ് തുടരുന്നുണ്ട്. അജയ്, എന്താണ് നീക്കങ്ങൾ? ആ ഒരു നിർണായകമായ നീക്കത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് എന്താണ്? ആര്യ, ഈ പതിറ്റാണ്ടിൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വീകരിച്ചിട്ടുള്ള ഏറ്റവും വലിയ ഒരു നീക്കങ്ങളിലൊന്നാണ് ഇതെന്ന് പറയുന്നത്. അതായത് നമ്മൾ നോക്കുകയാണെങ്കിൽ ചൈനീസ് പ്രസിഡന്റ് ആയിട്ടുള്ള ഷീ ജിൻ പിങ് അദ്ദേഹത്തിന് തൊട്ട് താഴെ റാങ്കിങ്ങിലുള്ള ഉദ്യോഗസ്ഥനെ വരെ പുറത്താക്കിയിട്ടുണ്ട്. ഈ നീക്കം അനുസരിച്ച് ഹീ വെയ്ഡോങ് എന്ന് പറഞ്ഞിട്ടുള്ള ചൈനീസ് ആർമിയിലെ സെൻട്രൽ മിലിറ്ററി കമ്മീഷണർ ഇദ്ദേഹത്തെ വരെ പുറത്താക്കിയിട്ടുണ്ട്. ഇദ്ദേഹത്തെ നമ്മൾ റാങ്കിങ് വെച്ച് നോക്കുകയാണെങ്കിൽ ഷീ ജിൻ പിങ്ങിന്റെ തൊട്ട് താഴെ വരുന്ന വ്യക്തിയാണ് ഹീ വെയ്ഡോങ്. അപ്പോൾ ഇദ്ദേഹത്തിനെ വരെ പുറത്താക്കുന്ന ഒരു നീക്കമാണ് നടത്തിയിട്ടുള്ളത്. ഈ ആർമിയിലെ ഈ കരസേനയിലെ മാത്രം ഉദ്യോഗസ്ഥരല്ല, ഈ എയർഫോഴ്സിലെ അതുപോലെ തന്നെ നേവിയിലെ പല ഉന്നതമായിട്ടുള്ള സൈനിക റാങ്കിങ് വഹിക്കുന്ന ആളുകളെയും പുറത്താക്കിയിട്ടുണ്ട്. പ്രധാനമായിട്ടും 3 സ്റ്റാർ റാങ്ക് ഒരു പദവിക്ക് മുകളിലുള്ള ഉദ്യോഗസ്ഥരെ വരെ ഈ ഒരു കാര്യത്തിൽ പുറത്താക്കിയിട്ടുണ്ടെന്നാണ് വിവരം ലഭിക്കുന്നത്. നിലവിൽ സാമ്പത്തിക ക്രമക്കേടുകളും അഴിമതികളും ആരോപിച്ചാണ് ഈ ഉദ്യോഗസ്ഥരെ പുറത്താക്കിയിട്ടുള്ളത്. മറ്റു വിവരങ്ങളൊന്നും നിലവിൽ ഇക്കാര്യത്തിൽ ലഭ്യമല്ല. കഴിഞ്ഞ ജൂലൈ മുതൽ തന്നെ ഈ സൈനിക മേഖലയിലുള്ള ഈ സാമ്പത്തിക തിരിമറികളെ പറ്റി അന്വേഷണം നടന്നു വരികയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് ഇപ്പോൾ നിലവിൽ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഹീ വെയ്ഡോങ്ങിൻ്റെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ അദ്ദേഹം കഴിഞ്ഞ മാർച്ച് മുതൽ തന്നെ പൊതുവേദികളിൽ നിന്ന് അപ്രത്യക്ഷനായിരുന്നു. അപ്പോൾ മുതൽ തന്നെ പലതരത്തിലുള്ള അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. സർക്കാർ ഇദ്ദേഹത്തെ ഒതുക്കാൻ നോക്കുകയാണ്, ഇത് ഷീ ജിൻ പിങ് അദ്ദേഹത്തെ മാറ്റി നിർത്തുന്നു എന്നുള്ള തരത്തിലുള്ള നിരവധി ആരോപണങ്ങൾ ഉൾപ്പെടെ വന്നിരുന്നു. അപ്പോൾ നിലവിലുള്ള കാര്യങ്ങളുമായിട്ട് കൂട്ടിച്ചേർത്ത് ഒരു വായിക്കുകയാണെങ്കിൽ ഈ സാമ്പത്തിക ക്രമക്കേട് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അത് കാരണം തന്നെയാണ് തീർച്ചയായിട്ടും അദ്ദേഹത്തെ പൊതുവേദികളിൽ നിന്ന് മാറ്റി നിർത്തിയത്. മറ്റൊരു നിർണായകമായിട്ടുള്ള കാര്യം നോക്കുകയാണെങ്കിൽ ഇദ്ദേഹം ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ പോളിറ്റ് ബ്യൂറോ അംഗമാണ്. ആദ്യമായിട്ടാണ് ഒരു പോളിറ്റ് ബ്യൂറോ അംഗത്തിനെതിരെ ഇത്ര കടുത്ത നടപടി ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വീകരിക്കുന്നത് എന്നുള്ളതും ഒരു പ്രത്യേകത തന്നെയാണ്. അതുപോലെ തന്നെ ചൈനീസ് പാർട്ടി ഇപ്പോൾ ഈ അവരുടെ പ്രത്യേക യോഗം ചേരുകയാണ്. ചൈനയിലെ സാമ്പത്തിക പുരോഗതി അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ വികസന പദ്ധതികൾ തുടങ്ങിയിട്ടുള്ളവ ചർച്ച ചെയ്യാനും അതുപോലെ തന്നെ ഏറ്റവും പ്രധാനം പുതിയ പാർട്ടി അംഗങ്ങളെ തിരഞ്ഞെടുക്കാനും വേണ്ടിയിട്ടെല്ലാം ചേരുന്ന യോഗമാണ്. അപ്പോൾ ഈ യോഗം ചേരുന്നതിന് ഒരു ദിവസം മുമ്പാണ് ഇത്തരത്തിലൊരു കടുത്ത നടപടിയുമായി അവിടെ സർക്കാർ മുന്നോട്ട് വരുന്നത്. എന്തായാലും ഈ 9 പേരെ നിലവിൽ പുറത്താക്കിയിട്ടുണ്ട്. മറ്റ് വിശദാംശങ്ങൾ എല്ലാം ഇവർക്ക് മേലെയുള്ള കേസുകൾ അതുപോലെ തന്നെ മറ്റ് തുടർ നടപടികൾ എന്തെല്ലാം എന്നുള്ള കാര്യങ്ങളെല്ലാം ഇനി സർക്കാർ വിശദീകരിക്കാൻ ഇരിക്കുന്നതേ ഉള്ളൂ. എന്തായാലും നടപടി വരുമെന്ന് പറയുമ്പോൾ അത് ചെറിയ നടപടി ആയിരിക്കില്ല. ഇനി ഇവർക്ക് ഈ കുറ്റകൃത്യം തെളിയിക്കപ്പെട്ടാൽ കിട്ടാൻ പോകുന്ന ശിക്ഷ അതും ഭീകരമായിരിക്കും, അല്ലേ? അതെ, തീർച്ചയായിട്ടും. അത് ഇപ്പോൾ തന്നെ ഈ ഒരു അന്വേഷണം അത് നടന്ന് ഈ ഒരു സാമ്പത്തിക ക്രമക്കേടുകൾ ഉൾപ്പെടെ 100% തെളിഞ്ഞതിന് ശേഷമാണ് ഇത്തരത്തിൽ നടപടിയെടുത്തത്. അതുപോലെ തന്നെ മറ്റൊരു ആരോപണം വരുന്നതെന്ന് പറഞ്ഞാൽ ഹീ വെയ്ഡോങ് ഉൾപ്പെടെയുള്ള പല ഉദ്യോഗസ്ഥരും ഷീ ജിൻ പിങ്ങിനെതിരെ ഒരു ഗൂഢാലോചന നടത്താതിരിക്കാനുള്ള, പ്രത്യേകിച്ച് ഈ പാർട്ടി മീറ്റിംഗ് ഉൾപ്പെടെ കൂടുന്ന ഘട്ടത്തിൽ ഷീ ജിൻ പിങ് ഉൾപ്പെടെയുള്ള അംഗങ്ങൾക്കെതിരെ തിരിയാതിരിക്കാനുള്ള ഒരു രാഷ്ട്രീയ നീക്കമാണ് ഇതെന്നുള്ള രീതിയിലുള്ള ആരോപണങ്ങളും ഉയരുന്നുണ്ട്. എന്തായാലും ഈ ഒരു സാമ്പത്തിക ക്രമക്കേടിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ജൂലൈയിലാണ് ഇത് സംബന്ധിച്ച അന്വേഷണം ആരംഭിച്ചത്. എന്നാൽ മാർച്ച് മുതൽ തന്നെ ഹീ വെയ്ഡോങ് ഉൾപ്പെടെയുള്ള പല നേതാക്കളും ഈ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഉൾപ്പെടെ വന്നില്ല. ഷീ ജിൻ പിങ്ങിന്റെ അതിനുശേഷമുള്ള പല നിർണായകമായിട്ടുള്ള ലോക നേതാക്കളുമായിട്ടുള്ള കൂടിക്കാഴ്ചകൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. പല നിർണായകമായിട്ടുള്ള അന്താരാഷ്ട്ര ഉച്ചകോടികൾ അത് ചൈനയിൽ വെച്ച് നടന്നിരുന്നു. ഇതിലൊന്നും തന്നെ ഹീ വെയ്ഡോങ് ഉൾപ്പെടെ ഇല്ലായിരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. മോദിയുമായിട്ട് ഉൾപ്പെടെ ഷീ ജിൻ പിങ് കൂടിക്കാഴ്ച നടത്തിയപ്പോഴൊന്നും തന്നെ, അതുപോലെ തന്നെ കഴിഞ്ഞ ഇപ്പോൾ ഈ കുറച്ച് ദിവസം മുമ്പാണ് ഈ ചൈനയുടെ യുദ്ധവിജയത്തിൻ്റെ ഭാഗമായിട്ട് വലിയ ആഘോഷങ്ങൾ ഉൾപ്പെടെ അവർ നടത്തിയത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് പ്രത്യേക മാർച്ച് പാസ്റ്റും അതുപോലെ തന്നെ സൈനിക ശക്തി പ്രകടനവും അവരുടെ പുതിയ ആയുധങ്ങളുടെ സമ്മേളനവും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വേദിയിൽ ഉൾപ്പെടെ അദ്ദേഹത്തെ മാറ്റി നിർത്തിയ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. ഇപ്പോൾ അതിൻ്റെ ആ ഒരു ചർച്ചകൾക്കും അഭ്യൂഹങ്ങൾക്കും ഒരു അന്ത്യം കുറിച്ചുകൊണ്ടാണ് ഈ സാമ്പത്തിക ക്രമക്കേടെന്നുള്ള ഈ ഒരു വിവരം അത് നിലവിൽ പുറത്തു വരുന്നത്. തീർച്ചയായും. അജയ് സുധാ ബിജുവാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ഇനി മറ്റു വാർത്തകൾ നോക്കാം ഇടവേളയ്ക്ക് ശേഷം.